Alright, guys, welcome to Fan Perspective. So, this is special. This is absolutely special. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. So, Man United 2, Manchester City 0. This is how we shut down the noisy neighbors. എന്താ പറയാന്നറിയില്ല. ഈ സീസൺ കണ്ടുവരുമ്പോൾ അണ്ടർഡോഗ്സ് ആയാലും നമ്മൾ ജയിക്കുന്നുള്ള കാര്യം നമ്മൾ മുന്നേ ഈ ചാനൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജയം ഭയങ്കര സ്പെഷ്യലാണ്. ഈ ജയം അങ്ങനെ ഫ്ലൂക്കിന് കിട്ടിയൊരു ജയമൊന്നുമല്ല. ദിസ് ഈസ് സ്പെഷ്യൽ. ദിസ് ഈസ് എന്താ പറയുക, ഒരു സിൻറ്റിലേറ്റിംഗ് പെർഫോമൻസ് ബൈ യുണൈറ്റഡ്. എനിക്കിങ്ങനെ വെറുതെ വളരെ ലോക്കിയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം അങ്ങനത്തെ ഒരു ജയമാണ്. വി ജസ്റ്റ് എല്ലാവരും ലൈക്ക് ഓൺ ദ വേർജ് ഓഫ് ദെയർ സീറ്റ്സ്. വി വർ ലൈക്ക് ആ ഫസ്റ്റ് എംബൂമോടെ ഗോള്, അത് കഴിഞ്ഞിട്ട് ഡോഗുവിൻ്റെ ഗോള്, ഹൗ ദ ഗോൾസ് കെയിം ഇൻ, നമ്മുടെ ഷേപ്പ്, മിനിറ്റ് 1 മുതൽ നമ്മൾ കാണിച്ച ഇൻറ്റൻസിറ്റി, പ്ലേയിങ് ഫോർ ദ ബാഡ്ജ്, യുണൈറ്റഡ് DNA, ഇങ്ങനെയൊക്കെ പണ്ഡിറ്റ്സും ഇവരൊക്കെ കുറേ കാലമായി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അതെവിടെ, ഇതെവിടെ, യുണൈറ്റഡ് DNA എവിടെ, പ്ലെയേഴ്സ് കളിക്കുന്നത് ബാഡ്ജിന് വേണ്ടിയിട്ടല്ല. എല്ലാം ഒരു 3 ദിവസം കൊണ്ട് നമ്മുടെ ക്യാരി കണ്ണൻ നല്ല സുഖമായിട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷേ കംപ്ലീറ്റ് ക്രെഡിറ്റ് ക്യാരിക്കിന് നല്ല പ്ലെയേഴ്സിന് ഡെഫിനറ്റ്ലി ക്രെഡിറ്റ് പോകണം. ബട്ട് എനിക്ക് തോന്നുന്നു ക്യാരിക്ക് ചെയ്തത്, ക്യാരിക്ക് കളി കഴിഞ്ഞ് പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞത് ദിസ് ഈസ് വെരി നോർമൽ, അങ്ങനെ പറഞ്ഞത് ദിസ് ഈസ് വാട്ട് യുണൈറ്റഡ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ അങ്ങനെ ഒരു സോളിഡായിട്ടുള്ള ഒരു ഫേമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മാനേജർ തന്നെയായിരുന്നു നമുക്ക് വേണ്ടത്. ഇൻറ്ററിം കെയർ ടേക്കർ, കോൾ ഇറ്റ് വാട്ട് എവർ യു വോണ്ട്, അത്രേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് വിൻറ്റേജ് യുണൈറ്റഡ്. നമ്മുടെ മിഡ് ബ്ലോക്കിൽ 4-4-2 എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാനും നമ്മളെ സിറ്റീനെ വൈഡ് ഏരിയയിലേക്ക് പുഷ് ചെയ്യുന്നതൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. അവരായിരുന്നു സൈഡ് വൈസ് പാസിങ് നടത്തി ക്ലൂലെസ് ആയത്, ഇനി അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പെപ് ഗാർഡിയോളയുടെ മറ്റേ ഡോക്യുമെൻ്ററി, യു പാസ് ദ ബോൾ ടു ഫൈൻഡ് ഹിം. ദേ വർ പാസിങ് ദ ബോൾ ബട്ട് ദേ കുഡൻറ്റ് ഫൈൻഡ് എനിബഡി ബിക്കോസ് വി വർ ഓൾ കോമ്പാക്ട്. ലൈക്ക് നമ്മുടെ ഡിഫെൻഡിങ്ങിന്, ഞാൻ നമ്മുടെ അറ്റാക്കിനെ കുറിച്ച് പറയാം, നമ്മുടെ ഡിഫെൻഡിങ് വാസ് സൂപ്പർ ഓർഗനൈസ്ഡ്. പിന്നെ എനിക്ക് ദേഷ്യം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സംഭവം നമ്മളെ ലെജൻഡൊക്കെ തന്നെയാണ്, പക്ഷേ സ്കോൾസ്, നിക്കി ബട്ട്, ഓൾ റെസ്പെക്റ്റ് ടു യു ലെജൻഡ്സ്. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെൽത്തി ക്രിറ്റിസിസംസ് ആവാം. എന്താ പറഞ്ഞത്, ലിസാൻഡ്രോനെ കയ്യിലെടുത്തുകൊണ്ട് ഹാളൻ 0 ഷോട്ട്സ് ആണ്, 0 ഷോട്ട്സ്. ഇൻഫാക്റ്റ് ഒരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റ് പറഞ്ഞുതരാം. ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി, പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി, എത്ര അറിയോ? 0. ഷോട്ട് ഓൺ ടാർഗറ്റ് എത്ര അറിയോ? 1. നമ്മളെത്ര അറിയോ? 7. ഇത് യുണൈറ്റഡ് വേഴ്സസ് സിറ്റിയാണ്. മൈക്കിൾ കാരിക്കിൻ്റെ യുണൈറ്റഡ് വേഴ്സസ് പെപ് ഗാർഡിയോളയുടെ, ആരുടെ? പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി. എനിക്ക് 88 മിനിറ്റിലാണോ 78 മിനിറ്റിലെന്ന് ഓർമ്മയില്ല, കൂനിയ, എന്താ പറയുക, ബ്രൂണോ, ദോഗു, ഒരു അറബിക് കമൻട്രി ഉണ്ട്, കൂനിയ ബ്രൂണോ കൂനിയ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പീസ് ഉണ്ടായിരുന്നു. അവർ റോണ്ട കളിക്കായിരുന്നു, അതും റയാൻ ചക്കീനിട്ട് മറ്റേ മങ്കി കളിപ്പിക്കുകയായിരുന്നു. ഈ റയാൻ ചക്കി തൊട്ട് മുന്നേ എക്സിൽ പറഞ്ഞത് നമുക്കറിയാം, അവണക്കിൽ യുണൈറ്റഡ്. എന്താ പറയുക, ഔട്ട്പ്ലേഡ് സിറ്റി ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എനിക്ക് വേറൊന്നും പറയാനില്ല. ആ ഫാൻസിൻ്റെ കൺട്രി റോഡ്സ് ടേക്ക് മീ ഹോം ടു ഓൾഡ് ട്രാഫേർഡ്, അതൊക്കെ ഒന്നും പറയാനില്ല. കാരണം എത്രയോ കാലത്തിന് ശേഷം എന്താ പറയുക, ഒരു സന്തോഷം വരില്ലേ കളി കണ്ടിട്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മളെ ഫാൻസ് ക്ലബിൻ്റെ ഗ്ലോറി മാത്രം ആഗ്രഹിച്ച് വേറെ ഒന്നും ഒരു വരുമാനവും ഇതിനകത്ത് കിട്ടാതെ നമുക്ക് ക്ലബിൻ്റെ ഗ്ലോറി മാത്രം ആഗ്രഹിച്ച് കളി കാണുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് നമുക്ക് ഇന്നലെ കിട്ടിയത് അത് തന്നെയാണ്. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ഒരു രീതി ഉണ്ടായിരുന്നു യുണൈറ്റഡ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ നമ്മൾ ജയിച്ചു, ലിവർപൂളിനെതിരെ നല്ലൊരു കളിയായിരുന്നു. പക്ഷേ ക്രിസ്റ്റൽ പാലസിനെതിരെ ഫസ്റ്റ് ഹാഫിലൊക്കെ വി ഡിഡ്ന്റ് ഡിസേർവ് ടു ഈവൻ വിൻ. ആ ഫസ്റ്റ് ഹാഫിലൊക്കെ കളി കണ്ട് നോക്കുമ്പോൾ കാസമീറോ മാത്രമാണ് കുറച്ചെന്തോ കളിച്ചത്. പിന്നെ ബേൺലിക്കെതിരായ 3-2 വിൻ ആണെങ്കിലും എങ്ങനെയൊക്കെയോ ജയിച്ചു എന്നുള്ളൂ. ബട്ട് ദിസ് വിൻ ഇസ് ടോട്ടലി സ്പെഷ്യൽ because we were dominating them. We simply outplayed them in all departments. മെയിനു
ആമറിമിനെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു ഞാൻ. പക്ഷേ ആമറിമിനെ സാക്ക് ചെയ്ത രീതിയായിരുന്നു എനിക്ക്. ആമറിമിനെ വേണമെങ്കിൽ ഇതിന് മുന്നേ സാക്ക് ചെയ്യാമായിരുന്നു. കാരണം Amarim didn't give results, didn't produce results. He was just going behind good words in the press conferences. പക്ഷേ ഒരു നല്ല ഡ്രസ്സിങ് റൂം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ റിസൾട്ട്സ് ഇല്ലെങ്കിൽ യു ഗെറ്റ് സാക്ഡ്. പക്ഷേ അമറിമിനെ സാക്ക് ചെയ്തത് വേറെ കാര്യം, അത് വേറെ. വിൽകോക്സും ബെറാഡക്കും എന്താ പറയുക വിവലിനൊന്നും അല്ല ഈ ക്രെഡിറ്റ് പോണത്. ഈ ക്രെഡിറ്റ് പോകുന്ന പ്ലെയേഴ്സിനും കാരിക്കിനും ആ കോച്ചിങ് സ്റ്റാഫ്. ജോണത്തൻ വുഡ്ഗേറ്റ്, സ്റ്റീവ് ഹോളണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രം ഡേ വൺ നല്ല പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് കളി കാണുന്നതിനിടക്ക് നമുക്ക് കാണാമായിരുന്നു കാരിക് ഇരിക്കുന്നില്ല. ആൻഡ് എവറി മൊമെൻറ്റ് കാരിക് ഇസ് ഹാവിങ് ഡീപ്പ് കോൺവെർസേഷൻസ് വിത്ത് സ്റ്റീവ് ഹോളണ്ട്. എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. മെയിനൊക്കെ 90 minutes ഫുൾ ടൈം എന്ത് കിടലുമായിട്ടാണ് കളിച്ചത്. മെയിനുവിൻ്റെ ഒരു ഫെയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ടേൺ ഉണ്ടായിരുന്നു. ഹീ സെൻറ്റ് സെമന്യു, ന്യൂലി സൈൻഡ് സെമന്യു ടു വൈറ്റാലിറ്റി സ്റ്റേഡിയം ഇൻ ബോൾമൗത്ത്. അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ആ ലെവലിലാണ് മെയിനു ആ ടേൺ ചെയ്തത്. പിന്നെ ആ മെയിനു ആ നമ്മളെ ഗോൾ വന്ന രീതി. മെഗ്വയർ ഹെഡർ വിൻ ചെയ്യണു, എംബൂമോക്ക് ബോൾ കിട്ടുന്നു, എംബൂമോ ബ്രൂണോക്ക് കൊടുക്കുന്നു. പിന്നെ ബ്രൂണോയുടെ എന്താ പറയുക ക്ലാസ്സാണ്. പിന്നെ ബ്രൂണോയുടെ ആ ഒരു കൺട്രോൾഡ് റൺ ത്രൂ ദ മിഡ്ഫീൽഡ്. എന്നിട്ട് അമാദും എംബോവും റണ്ണ് മേക്ക് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണം. അപ്പോഴത്തേക്ക് നമ്മൾ 4 vs 2 ആക്കി. നമ്മളവിടെ ഓവർലോഡ് സൃഷ്ടിച്ചു. അത് തന്നെയാണ് നമ്മളെ പ്ലാനും. അതായത് പ്രോപ്പർ ലൈക്ക് ഒലേൻ്റെ ഒക്കെ ഓർമ്മ വന്നു. പ്രോപ്പർ കൗണ്ടർ അറ്റാക്ക് വെക്കുക, എന്നിട്ട് ലൈക്ക് ഓവർലോഡ് സൃഷ്ടിക്കുക, അറ്റാക്കിംഗ് തേർഡിൽ അവരെ ക്ലൂലെസ് ആക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ബ്രൂണോ ഓൾമോസ്റ്റ് ഫൈനൽ തേർഡിലെത്തി. ആ സോൺ ആ ഒരു ബോക്സിൻ്റെ എഡ്ജിലെത്തിയിട്ട് അമാദിന് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് ബ്രൂണോക്ക് കൊടുക്കുന്നു. ബ്രൂണോയുടെ സ്ട്രെറ്റ്ഫോർഡ് എൻഡിലേക്കുള്ള ഒരു അമേസിങ് ഫിനിഷ് ആൻഡ് ആ സെലിബ്രേഷൻ. ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലൈക്ക് ഓൾ മൈ ഫേസ് ലൈക്ക് വി വർ ഓൾ ലൈക്ക് ഒന്നും പറയാനില്ല. അത്ര നല്ല കളിയായിരുന്നു ആ ഗോള്. അതിനുശേഷം വരുന്ന ആ ക്രോസ് ആണെങ്കിലും ദോഗുയുടെ ആ ഫിനിഷ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ മേസൺ മൗണ്ടിൻ്റെ ഫസ്റ്റ് ടച്ച്, അത് ഞാൻ ഗോളാന്ന് വെച്ച് തുള്ളിച്ചാടി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓഫ് സൈഡ് ആയിരുന്നു. അത് കൂഞ്ഞു ഓഫ് സൈഡ് ആയിരുന്നു ആ വിങ്ങിൽ. അങ്ങനെയാണ് ലൈക്ക് ഒഫീഷ്യൽസ് പറയുന്നത്. പിന്നെ കുറേ എനിക്ക് കാരിക്കിൻ്റെ ഒരു ഇൻക്രെഡിബിൾ സ്റ്റാർട്ട് പറയാനുള്ളത്, കാരിക്ക് 4 കളികളാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ എന്താ പറയുക അവിടെ കെയർ ടേക്കർ മാനേജറായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഒരു റോള് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ സീസൺ എൻഡ് ആവുന്ന വരെ. സോ ഇതൊക്കെ വില്ലാറിയലിനെ ചാമ്പ്യൻസ് ലീഗിൽ അവേ അത് 2-0 ജയിച്ചു. പിന്നെ ചെൽസി പ്രീമിയർ ലീഗ് അതും അവേ 1-1 ആയിരുന്നു ഡ്രോ. പിന്നെ വരുന്നത് ആഴ്സണൽ 3-2 നമ്മൾ ജയിച്ചു അത് ഓൾഡ് ട്രാഫോർഡിൽ. പിന്നെ അതാ സിറ്റി ഡാബി ആയിരുന്നു, അതും 2-0 നമ്മൾ ജയിക്കുന്നു. അപ്പോൾ ചെറിയ ടീമൊന്നും ആയിട്ടല്ല, 4 കളി സ്റ്റിൽ അൺബീറ്റൺ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളിലൂടെയാണ് കാരിക്ക് കടന്നു പോയിട്ടുള്ളത്. ആൻഡ് ഹീ ജസ്റ്റ് ലൈക്ക് വെൻ ത്രൂ ഇറ്റ് സോ ഈസിലി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഒരു മാനേജർ പെട്ടെന്നൊരു മാനേജർ വന്നതിൻ്റെ ഒരു ബൗൺസ് ഇതായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ കാരിക്ക് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ്ലി റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ വൈ നോട്ട് ഹിം. ഞാൻ എന്താ പറയുക എഡ്ജ് ഓഫ് ദ സീറ്റിൽ നിന്നിട്ട് എക്സൈറ്റഡ് ആവുന്നതല്ല. മറ്റേ ഒലേൻ്റെ സമയത്ത് ഫെർഡിനാൻഡ് പറഞ്ഞ പോലെ ഒലെ ഈസ് ഓൺ ദ വീൽ സൈൻ ദ കോൺട്രാക്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല. ബട്ട് ഇഫ് ഹി വിൻസ് ഓൾ ദ ഗെയിംസ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് നല്ല റൺ നടത്തുവാണെങ്കിൽ വൈ നോട്ട് ഗിവ് ഹിം എ കോൺട്രാക്ട് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. പക്ഷേ അവിടെ കോച്ചിങ് സ്റ്റാഫിൻ്റെയും മറ്റേതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴുള്ള കോച്ചിങ് സ്റ്റാഫ് അത്യാവശ്യം ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കൂടെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സ്റ്റീവ് ഹോളണ്ട്. ജോണത്തൻ വുഡ്ഗേറ്റ് എനിക്ക് തോന്നുന്നു മൈക്കൽ കാരിക്കിനോട് മിഡിൽസ്ബ്രോയിൽ ഉണ്ടായ ആളായിരുന്നു. സോ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ കാരിക്ക് ഹാസ് പീപ്പിൾ അറൗണ്ട് ഹിം ടു ഗെറ്റ് പ്രോപ്പർ ഡേറ്റ ആൻഡ് അനലൈസ് ദ പ്ലെയേഴ്സ് അക്കോർഡിംഗ്ലി. ദിസ് is what I feel. Manchester City versus United, our derby last day gave us real hope, gave us like എന്താ പറയുക കുറേ ഹോപ്പ് തന്നു നമുക്ക്. ലൈക്ക് വിൻറ്റേജ് യുണൈറ്റഡിനെ നമ്മൾ കണ്ടേ, അതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റാൻസിലോട്ടേക്ക് നോക്കുമ്പോൾ അതായിരിക്കുന്നു നമ്മളെ സാക്ഷാൽ ദൈവം സർ അലക്സ് ഫെർഗുസൺ. അയാളുടെ മുഖത്തെ ചിരി അതൊക്കെ കണ്ടപ്പോൾ
കണ്ണ് നിറഞ്ഞുപോയി. കാരണം അയാൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു നല്ല സത്യം പറഞ്ഞാൽ ആസ് എ യുണൈറ്റഡ് ഫാൻ ഞാൻ ഇന്നലെ തോറ്റാലും കുഴപ്പമില്ല, ഇങ്ങനെ കളിച്ച് തോറ്റോട്ടെ. അതായത് അങ്ങനെയായിരുന്നു. എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദി യുണൈറ്റഡ് ഫാൻസിന് അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക, ഇങ്ങനെ കളിച്ച് തോക്കാന്ന് തോറ്റോട്ടെ. പക്ഷേ ദിസ് ഗെയിം വാസ് സ്പെഷ്യൽ ഫോർ അസ്. ഐ ഹോപ്പ് യുണൈറ്റഡ് plays in the same way all the next games. I really hope that. പിന്നെ അങ്ങോട്ടേക്കുള്ള സീരീസ് ഓഫ് റൺ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ പറയുക സൺഡേ നൈറ്റ് ഫുട്ബോളാണ് അഗെയിൻസ്റ്റ് ആർസണൽ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഐ തിങ്ക് ക്യാരിക്ക് ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഹീസ് ഗോട്ട് ദ ടീം. പിന്നെ ക്യാരിക്ക് ഇത് കളി കഴിഞ്ഞിട്ടും പറഞ്ഞത് തന്നെയാണ്, ഫാൻസിൻ്റെ ഒരു ആരവം നോക്കി നിങ്ങളങ്ങ് കളിച്ചോളാം എന്ന്. അതൊക്കെ യുണൈറ്റഡ് DNA ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എങ്ങനെ കളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറേ അത് നീ ഫാൻസിൻ്റെ ഒരു ആരവത്തോടു കൂടി ഫാൻസ് നിങ്ങളെ എലവേറ്റ് ചെയ്തോളും, ഫാൻസ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നോളും, അത് വെച്ച് അങ്ങ് കളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു മാനേജർ പറയുമ്പോൾ, അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റയലൊക്കെ സംഭവിച്ച് നമ്മൾ കണ്ടു, ലൈക്ക് പീപ്പിൾ ഈഗോ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ടഫാണ്. ടാക്ടിക്സ് വേണം, ഫോർമേഷൻ അതും ഇതൊക്കെ വേണം. പക്ഷേ നമ്മൾ പീപ്പിൾ മാനേജ്മെൻറ്റും മാൻ മാനേജ്മെൻറ്റും കുറേയൊക്കെ ഈഗോ മാനേജ്മെൻറ്റൊക്കെ ചെയ്യണം. ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻസ്. ഇതൊക്കെ മനുഷ്യന്മാർ കളിക്കുന്ന കളിയാണ്. ഇത് ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ പലതും സംഭവിക്കാം. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഒരു ബാഡ് ഗെയിം ആർക്കും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഡാലോ വാസ് ലക്കി. ദാറ്റ് വാസ് എ സ്ട്രെയിറ്റ് റെഡ് ഫോർ മീ. അതിന് ഓവൻ കിടന്ന് മൈക്കിൾ ഓവൻ കിടന്ന് എന്തൊക്കെയോ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. അത് അത്ര എഫേർട്ട് ഇല്ല, അത് അത്ര ഇൻറ്റൻസിറ്റി ഇല്ല. നോ, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് റെഡ് ഫോർ മീ. അതങ്ങനെ സ്റ്റഡ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ്. ഇത് തന്നെയായിരുന്നു എൽ ക്ലാസിക്കോയിൽ കഴിഞ്ഞ ആഴ്ച ഡിയോങ് എംബാപ്പേനെ ചെയ്തത്. അതും അതേപോലെ തന്നെ വലിയ ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടായില്ല, പക്ഷേ സ്റ്റഡ് കൊണ്ട ഇറ്റ് ഈസ് എ റെഡ്. ഇൻറ്റൻഷനൽ ആണോ അല്ലയോ എന്നല്ല, സ്റ്റഡ് കൊണ്ട യു മിസ് ദ ബോൾ ആൻഡ് യു ലൈക്ക് ഇറ്റ്സ് എ നാസ്റ്റി ഫൗൾ. അപ്പോൾ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിൽ വി വർ ലക്കി. ഷോക്ക് കിട്ടിയ യെല്ലോ ഇസ് ഓക്കെ, അത് റെഡ് ആയിരുന്നില്ല. പക്ഷേ ഡാലോക്ക് കിട്ടിയത് അത് യെല്ലോ ആയിരുന്നില്ല. അത് എനിക്ക് VR പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും റെഡ് ആവുന്നതായിരുന്നു. അത് ചിലപ്പോൾ കളിയുടെ ഗതി മാറ്റിയേക്കാം. ബട്ട് എന്ത് പറഞ്ഞാലും എനിവേസ് യുണൈറ്റഡ് പ്ലേഡ് റിയലി വെൽ. യുണൈറ്റഡ് ഷോഡ് വാട്ട് ദേ ആർ. ആൻഡ് ഡാബിയിൽ വരുമ്പോൾ എല്ലാ തവണയും യുണൈറ്റഡ് പെർഫോം ചെയ്യുന്ന പോലെ യുണൈറ്റഡ് എത്രത്തോളം അടിപൊളിയാണെന്ന് കാണിച്ചു. പൊസിഷനൊക്കെ കുറവാണ്. പൊസിഷൻ 62-38 ഒക്കെയാണ്, അല്ല 68-32 അങ്ങനെ എന്തോ ആണ്. വേണ്ട, പൊസിഷൻ നിങ്ങൾ എടുത്തോ. പൊസിഷൻ ഇട്ട് കറി വെച്ച് ആവില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ പോലെ പൊസിഷൻ നിങ്ങളെടുത്തോ. ബട്ട് സിറ്റി വാസ് ക്ലൂലെസ്. ഹാളൻഡൊക്കെ എന്താ ചെയ്തത്? ഹാളൻഡൊക്കെ സബ് ചെയ്തു. പെപ്പിന് മനസ്സിലെ തലയൊക്കെ ചൊറിഞ്ഞ് പെപ്പിനൊന്നും മനസ്സിലായിരുന്നില്ല എന്താ ചെയ്യണ്ടേ, ആരെ കൊണ്ടുവരണ്ടേ. റോഡ്രി ഉണ്ട്, എന്താ പറയുക, അവിടുന്ന് ചേർക്കിക്കൊക്കെ നല്ലോണം കിട്ടി. ചേർക്കി ഉണ്ട്, റോഡ്രി ഉണ്ട്. ഇവരങ്ങോട്ട് ഡോഗുവിനൊക്കെ എത്ര നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തത്. ഡാലോ ഒഫെൻസീവ്ലി ഇന്നലെ ഒരു മോശം പാസ്സൊക്കെ അമാദിന് കൊടുത്തെങ്കിലും ഡിഫെൻഡിങ്ങിൽ എനിക്ക് തോന്നുന്നു 28-ാം മിനിറ്റിൽ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ എന്തോ, അത് സെക്കൻഡ് ഹാഫിന് സ്റ്റാർട്ടിങ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കിഡിലൻ ഡിഫെൻസീവ് ആക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഡോഗു എന്താ പറയുക, ആ വിങ്സ് ആ വൈഡ് ഏരിയയിലേക്ക് മാറി പ്രോഗ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ക്രോസ് കട്ട് ചെയ്യുന്ന മെൻറ്റാലിറ്റിയാണ് യുണൈറ്റഡിന് വേണ്ടത്. ആ ക്രോസ് കട്ട് ചെയ്യണം. ക്രോസ് ബോളിലേക്ക് വരാൻ വിടരുത്. അവർ എന്താ പറയുക, ക്രിയേറ്റീവ് പ്ലേയേഴ്സ് മാറി ചെയ്യാമെന്ന് ഓക്കെ, പക്ഷേ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യണം. അത് പിന്നെ മെയിനു ഡോക്കു കിട്ടിയ ഒരു ചാൻസ് ക്ലോസ് ഡൗൺ ചെയ്തത് എത്ര നന്നായിട്ടാണ് ക്ലോസ് ഡൗൺ ചെയ്തത്. അതായത് പ്രോപ്പറായിട്ട് കയറി വരേണ്ട സമയത്ത് കയറി വന്നു, പക്ഷേ ഷോട്ട് എടുക്കാൻ വിട്ടില്ല. ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. സിമ്പിൾ തിങ്സ് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അതൊക്കെ ചെയ്യണം. അമറിമിൻ്റെ സമയത്ത് എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു. കാരണം എന്ത് നന്നായിട്ടാണ് നമ്മൾ ആ 4 at the back കളിക്കുന്നത്, എന്ത് നന്നായിട്ടാണ് ആ വിങ് യൂസ് ചെയ്യണു. അതായത് മിഡിൽസ്ബ്രോയിലും ക്യാരിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. 4 at the back ആയിട്ട് തുടങ്ങും, ലെഫ്റ്റ് ഫുൾ ബാക്ക് കയറി അങ്ങ് പോവും, അപ്പോൾ റൈറ്റ് വിങ് ബാക്ക് ടക്കിൻ ചെയ്യും. അതേപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും, പക്ഷേ ക്യാരിക്ക് കൂടുതൽ ലെഫ്റ്റിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടും ചെയ്തിട്ടാണ് ക്യാരിക്ക് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഡിഫെൻസീവ് ആ ഒരു മിഡ് ബ്ലോക്കും ഡിഫെൻസീവ് ബ്ലോക്കും ഒരുപോലെയായിരുന്നു. നമ്മൾ ഒരുപോലെ ഇങ്ങനെ മാറുമായിരുന്നു. അതായത് എന്താ പറയുക, മെയിനും കസമീരോ എന്നൊന്നും പറയാൻ, കസമീരോയുടെ ഒക്കെ ഒരു ബിഹൈൻഡ് ദ മാൻ, അതായത് ബിഹൈൻഡ് ദ ബോൾ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു. അത് മിസ്സായി. എന്നിട്ട് പോയിട്ട് ആളുടെ ബാക്കിൽ നിന്ന് പോയിട്ട് ബോള് ഒരു വല്ലാത്തൊരു ചാലഞ്ചാണ്. കാരണം അത് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അതൊരു ഫൗൾ കൺസീഡ് ചെയ്യുന്ന ബോളായിരുന്നു. പക്ഷേ
ബിഹൈൻഡ് പോയിട്ട് ആ ബോള് കാലിട്ട് ടാക്കിൾ ചെയ്ത് വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കശ്മീരുടെ മെൻറ്റാലിറ്റി, എലീറ്റ് മെൻറ്റാലിറ്റി, ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. ലൈക്ക് ഒന്നും പറയാനില്ല. ആ ലെവല് കളിയും മെൻറ്റാലിറ്റിയും ആയിരുന്നു. ലൈക്ക് എന്ന് പറയില്ലേ, ലൈക്ക് പ്ലേയിങ് ഫോർ ദ ബാഡ്ജ് എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു. സന്തോഷം, വെറും സന്തോഷം മാത്രം, ഒന്നും പറയാനില്ല. പക്ഷേ ഐ വോണ്ട് യുണൈറ്റഡ് ടു പ്ലേ ദ സെയിം വേ ഇൻ ദി അപ്കമിങ് ഗെയിംസ് ആസ് വെൽ. സോ നിങ്ങളുടെ കോമൻറ്റ്സ് പ്ലീസ് ഇതിൽ ലൈക്ക് മെൻഷൻ ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വീഡിയോനെ കുറിച്ചും യുണൈറ്റഡിൻ്റെ അപ്കമിങ് റണ്ണിനെ കുറിച്ചും. മാക്സിമം വീഡിയോസ് ഇനി ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. ഗുഡ് ബൈ.